ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരാണ്. 14 പ്രധാനമന്ത്രിമാരെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അത് നോക്കാം. അതായത് ഭരണഘടനയുടെ അനുച്ഛേദം 74 പ്രകാരം, ഏതാണ് അനുച്ഛേദം 74 പ്രകാരം പ്രസിഡന്റിനെ സഹായിക്കുന്നതിനും ഉപദേശിക്കുന്നതിനുമുള്ള മന്ത്രിസഭയുടെ തലവനായിട്ടാണ് പ്രധാനമന്ത്രിയെ കാണുന്നത്. ഇനി ആരെയാണ് പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കുന്നത്? ലോക്സഭയിലെ ഭൂരിപക്ഷ കക്ഷിയുടെയോ കൂട്ടുകക്ഷിയുടെയോ നേതാവിനെയാണ് പ്രധാനമന്ത്രിയായിട്ട് അവരോധിക്കുന്നത്. രണ്ട് വിശേഷണങ്ങളുണ്ട് പ്രധാനമന്ത്രിക്ക്, അതുകൂടി നമുക്ക് നോക്കാം. ക്യാബിനറ്റ് ആർച്ചിയിലെ ആണിക്കല്ലെന്നും തുല്യരിൽ ഒന്നാമൻ എന്നും പ്രധാനമന്ത്രി എന്നും അറിയപ്പെടുന്നുണ്ട്. നമുക്കറിയാം പ്രധാനമന്ത്രിമാരുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണെന്നും നമുക്കറിയാം. 14 പ്രധാനമന്ത്രിമാരെ കുറിച്ചിട്ടും നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞത് പ്രധാനപ്പെട്ട അനുച്ഛേദം 74 ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ലെന്നും തുല്യരിൽ ഒന്നാമൻ എന്നുമാണ് പ്രധാനമന്ത്രിമാരെ അറിയപ്പെടുന്നത്. നമുക്ക് 14 പ്രധാനമന്ത്രിമാരെ കുറിച്ച് നോക്കാം. ഞാൻ സ്ക്രീനിൽ ഓരോന്നായിട്ട് കാണിക്കാം. നിങ്ങളത് പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുക, പഠിക്കുക. ഇപ്പോൾ നമ്മുടെ അവസാനത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇപ്പോൾ നിലവിൽ വരെയുള്ളത് നരേന്ദ്രമോദിയെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും എഴുതിയെടുക്കുക, പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.